ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അംബിക ഷിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബില. നമുക്ക് ഷാപ്പിലൊക്കെ കിട്ടുന്ന അതേ രീതിക്കും അതേ ടേസ്റ്റിലുള്ള ഒരു പാർട്സ് റോസ്റ്റിന്റെ വീഡിയോ കാണാം. അപ്പൊ അതെങ്ങനെയെന്ന് കണ്ടാലോ? പാർട്സ് കറിക്കായിട്ട് 1 കിലോ പാർട്സ് എടുത്തിട്ടുണ്ട്. ഒന്ന് ഉപ്പൊക്കെ ഇട്ടിട്ട് വേണം നമ്മളത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. പിന്നെ വേണ്ടത് ചെറിയുള്ളിയാണ്. കുറച്ചധികം ചെറിയുള്ളി തന്നെ രണ്ടായി കീറി എടുത്തത്. പിന്നെ വേണ്ടത് 2 പച്ചമുളക്, വലിയൊരു പീസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും, ഒരു 10-15 വെളുത്തുള്ളികൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു തക്കാളി. പിന്നെ പൊടികളായിട്ട് എടുത്തിട്ടുള്ളത് മുളക് പൊടി ഒരു 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. 1 സ്പൂണോളം ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, കുരുമുളക് പൊടി 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. കൂടുതൽ കുരുമുളകിന്റെ ഒരു ടേസ്റ്റ് ആയിട്ട് മുന്നിട്ട് നിൽക്കേണ്ടത്. ആവശ്യത്തിന് ഉപ്പ്. കറി റെഡിയാക്കാനായിട്ട് തുടങ്ങാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഇട്ട് ചേർക്കുന്നത് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓയിലൊക്കെ ചേർക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടി നല്ല വെളിച്ചെണ്ണയാണ്. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ആദ്യം ഇഞ്ചി വെളുത്തുള്ളി നന്നായി വാടി വരുമ്പോ അതിലേക്ക് ചെറിയുള്ളിയും പച്ചമുളകും കൂടെ ചേർത്തൊന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം, അല്ലെങ്കിൽ കറിക്കൊരു മധുരം വരും. ഉള്ളി നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. കുരുമുളക് പൊടി ചേർക്കുന്നതുകൊണ്ട് തന്നെ മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ചിക്കൻ മസാല, മല്ലിപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇനി പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി കിട്ടണം. പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കട്ടെ. തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം. തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റി തക്കാളിക്ക് ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ ചിക്കൻ പാർട്സ് ചേർക്കാനായിട്ട്. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാർട്സും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് വേവിക്കാനായിട്ട് വെക്കാം. നന്നായിട്ട് ഇളക്കി മസാലയൊക്കെ ഈ പാർട്സിന്റെ എല്ലാ വശത്താവുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. പകുതി വെന്ത് വരുമ്പോ തന്നെ ഇന്ന് വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് വേവാൻ ആവശ്യത്തിന് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുക. തീ കുറച്ച് വെച്ചിട്ട് വേണം അത് വേവിച്ചെടുക്കാനായിട്ട്. അത് അടുപ്പത്ത് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് മൂടി തുറന്ന് നോക്കാം. പാർട്സിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതിൽ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. നമുക്ക് മൂടി തുറന്നിട്ട് വേണം ഇനി വേവിക്കാനായിട്ട്. ഒരു പകുതി വേവാകുന്നവരെ അടച്ചു വെച്ചിട്ട് ബാക്കി വേവിക്കേണ്ടത് മൂടി തുറന്നിട്ടാണ്. നന്നായിട്ടൊന്ന് വെന്ത് ചാറൊന്ന് കുറുകി വരട്ടെ. വെള്ളമൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ഷാപ്പിലൊക്കെ ഉണ്ടാക്കുന്ന ഇതിലുള്ള കുരുമുളക് ഇട്ടിട്ടുള്ള പാർട്സ് റോസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കണം. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഇങ്ങനെ കഴിക്കാനായിട്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ, ലൈക്കും കമന്റ് ചെയ്യാനും ആരും മറക്കരുത്. ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.